സംഗീത സ്ട്രീമേരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് സിസ്റ്റർമാർ വന്നിട്ട് ഇഞ്ചക്ഷൻ ചെയ്തു. ഇതേ നെബു വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടന് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പതുക്കെ എഴുന്നേറ്റിട്ട് ഇരിക്കുകയാണ്. ഇഞ്ചക്ഷൻ ചെയ്തതിൻ്റെ ഒരു വിഷമത്തിൽ ചെറിയൊരു വേദന അവന് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ഈ കയ്യനക്കാണ്ടൊക്കെ വെച്ചിട്ടേ അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അവനൊരു വേദന. അപ്പോൾ പിന്നെ ആൾ കിടന്നില്ല, പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് ബുക്കൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അമ്പാടി നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഇതേ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്പാടി എഴുന്നേറ്റിട്ട് അമ്പാടിക്ക് ചുമ ഒരു ബുദ്ധിമുട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാത്രമുള്ള ചുമ, അതുപോലെ തന്നെ വേഗം ഉച്ച തിരിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴുള്ള ചുമ മാത്രം. പിന്നെ കുട്ടേട്ടൻ പോയിട്ട് ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. ഇന്നൊരു തരം അപ്പാണ് കേട്ടോ മേടിച്ചു വന്നത്. ഇങ്ങനെ എന്തിട്ടപ്പാന്നറിയില്ല, അപ്പം പോലെ അപ്പം. അപ്പോൾ അതിന് നമുക്ക് മേടിച്ചിരിക്കുന്ന കറി എന്നിട്ടാന്ന് വെച്ചിട്ട് മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടക്കറി എന്തിനാണ് മേടിച്ചതെന്നൊക്കെ ചോദിച്ചു, കാരണം കപക്കെട്ടല്ല എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ മുട്ടയൊന്നും എടുത്തില്ല, ഞങ്ങൾ വെറുതെ ചാറും അപ്പം കൂട്ടിയിട്ട് ഉണ്ണിക്കുട്ടനും അമ്പാടിക്കും കൊടുക്കുകയാണ് കേട്ടോ. എനിക്കാന്ന് വെച്ചാൽ അമ്പാടി ഇങ്ങനെ അവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പേടിയാണ്, ഒക്കെ സൂചിയും പിടിച്ച് വലിക്കുമെന്നൊക്കെ പേടിച്ചിട്ടൊക്കെയാണ് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കുട്ടേട്ട അവിടെ നിന്ന് എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ അതൊക്കെ കേട്ട് ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് സഹകരിച്ച് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനും എടുത്തു, എനിക്ക് രണ്ടെണ്ണം ഞാനും എടുത്തിട്ട് കഴിക്കാൻ കേട്ടോ. എനിക്കിഷ്ടമായില്ല അപ്പം, എന്തിട്ടപ്പാണാവോ, ഒരു സുഖമില്ലാത്തപ്പായി. എന്നാലും പിന്നെ എന്തെങ്കിലും കഴിച്ചാലാണല്ലോ മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിക്കുകയാണ്. പിന്നെ അച്ചാച്ചനെ വിളിച്ചു കേട്ടോ. അച്ചാച്ചനെ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ ഒരു വട്ടം ഞങ്ങൾ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ദേവാനന്ദ് പല്ല് പറിച്ചു, അവൻ്റെ ഫ്രണ്ടിലത്തെ മേലത്തെ നിരയിലത്തെ ഒരു പല്ല് പറിച്ചു. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പോൾ ആ പല്ല് പറിച്ച സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെയാണ് പല്ലൊക്കെ പറിക്കാറ്. ആദ്യത്തെ പല്ല് മാത്രമാണ് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറിച്ചത്. പിന്നെയുള്ള പല്ലൊക്കെ അവൻ തന്നെയാണ് കേട്ടോ പറിച്ചത്. പിന്നെ ഇഞ്ചക്ഷൻ, ഉച്ചയ്ക്ക് അവനൊരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് നല്ല വേദന. അപ്പോൾ എനിക്ക് അച്ഛൻ വന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് അവൻ ഇങ്ങനെ കരഞ്ഞിട്ട് കിടക്കുകയാണ്. പിന്നെ അച്ഛൻ ചോറ് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ പറഞ്ഞില്ലേ പുറത്തുനിന്നാണ് മേടിക്കാറ്. അപ്പോൾ ചോറ് മേടിച്ചപ്പോൾ തൊട്ടമ്പാടിക്ക് അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനത് തുറന്ന് എടുക്കുമ്പോൾ അവനവിടെ ഇരുത്തിയിട്ട് അവനാദ്യം കൊടുക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് സിസ്റ്റർ വന്നിട്ട് എനിക്ക് നെബു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ ഒഴിച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ അവന് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അയില വറുത്തതും ചാള വറുത്തതാണ് മേടിച്ചത്. അപ്പോൾ ഞങ്ങൾ അയിലെടുത്തു കേട്ടോ. ഞാൻ അമ്പാടി അയിലെടുത്തു. അപ്പോൾ അവന് കൊടുക്കുകയാണ് കേട്ടോ. മുള്ളൊക്കെ നോക്കി കൊടുക്കുകയാണ്. ഇന്ന് നല്ല വിശപ്പായെന്ന് തോന്നുന്നുണ്ട് ആൾക്ക്. വേഗം ഭക്ഷണം കഴിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തൊക്കെ വർത്താനം കുട്ടേട്ട അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് ഞാൻ അവന് ഭക്ഷണം കൊടുക്കാൻ കേട്ടോ. അവന് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അവനൊരു പൊതിയാണ് എടുത്തത്, കുട്ടേട്ടനും അമ്പാടിക്ക് ഉണ്ണിക്കുട്ടനും ഒരു പൊതി. അങ്ങനെയായിട്ടാണ് ഞങ്ങൾ മേടിക്കാറ്. 2 ചോറാണ് കേട്ടോ മേടിക്കാറ്. പിന്നെ ഞാൻ കൊണ്ട് കഴിഞ്ഞിട്ട് ദേവാനന്ദിന് വിശന്നു അപ്പോഴേക്കും. അപ്പോൾ പിന്നെ ഞാൻ അവന് വേഗം വാരി കൊടുക്കും. അപ്പോൾ വഴിക്കും അമ്പാടിയില്ലേ കയറി വേഗം ഇരിക്കാം മീൻ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടേട്ടൻ വന്ന് കളിയാക്കിയിട്ട് പോവാണ്. ഇപ്പം എന്നല്ല കഴിച്ചാൽ പിന്നെയും വന്നോന്ന് ചോദിച്ചിട്ട്. പിന്നെ ഞാൻ നെബു ചെയ്യാണ്ടായിരുന്നു. പിന്നെ ഞാൻ നെബു ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്പാടീനെ ഞാൻ ഉറക്കാൻ തുടങ്ങി കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മേത്ത് കിടന്നാലാണ് ഉറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ അവനെ ഇങ്ങനെ ഉറക്കമാണ് കേട്ടോ. ഒരുവിധം അങ്ങോട്ട് ഉറക്കി ഞാനിങ്ങനെ കെടുത്തിട്ടോ. ഈ ഒരു ഉറക്കം കുറച്ച് നേരം ഉറങ്ങും. അപ്പോൾ ഉറങ്ങാനുള്ള ഇങ്ങനെ കണ്ണിങ്ങനെ ആക്കണ്ട. അപ്പോൾ ഞാൻ ഇങ്ങനെ തട്ടി ഉറക്കി. ദേവാനന്ദ് ഉറങ്ങണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത്തിരി നേരം കിടക്കാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനും കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവാനന്ദും ഉറങ്ങി. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള ഇതാണ് കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അവന് കൈ വേദന എടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവനെ പറഞ്ഞു പോട്ടെ ശരിയാവാമെന്നൊക്കെ പറഞ്ഞ് ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു. പിന്നെ അമ്പാടി 6:30 കഴിഞ്ഞു, അമ്പാടി എഴുന്നേൽക്കണില്ല. പിന്നെ അമ്പാടീനെ പതുക്കെ ഓരോന്ന് പറഞ്ഞ് വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ വശം കാണുന്നത് ഫോണാണ്. അപ്പോൾ ഫോണിലേക്ക് നോക്കിയിട്ട് ഞാൻ താറ്റി ഉമ്മയൊക്കെ കൊടുക്കാൻ വന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ദേവാനന്ദ് ഒന്ന് ഛർദ്ദിച്ചു. അപ്പോൾ ഞാൻ മുഖമൊക്കെ ഒന്ന് തുടച്ച് കൊടുത്ത് അവന് വൈകുന്നേരത്തെ ചായ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നലെ കുട്ടേട്ടന് ചായ വാങ്ങിച്ച് തരാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ കുട്ടേട്ടൻ ഇന്ന് ജോലിക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ചായയൊക്കെ മേടിച്ച് പഴംപൊരി കട്ട്ലേറ്റൊക്കെ മേടിച്ച് തന്നിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാനൊരു പഴംപൊരി അമ്പാടിക്ക് കൊടുത്തു. പിന്നെ കട്ട്ലേറ്റ് ദേവാനന്ദിന് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട്ലേറ്റാണ് കേട്ടോ അവന് കൊടുത്തത്. പിന്നെ ഒരു പഴംപൊരി ഉണ്ടായിരുന്നു, അത് ഞാനെടുത്തു കേട്ടോ. പിന്നെ ഒരു കട്ട്ലേറ്റ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ദേവാനന്ദ് പറഞ്ഞു ഈ കട്ട്ലേറ്റ് ആരാ കഴിക്കുക? അപ്പോൾ ഞങ്ങളിങ്ങനെ പറയണം നമുക്ക് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചായ ചൂടാറാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ. ചായയല്ല കാപ്പിയാണ്. ഇന്ന് വൈകുന്നേരം നമ്മുടെ മലയുടെ അവിടെ നമ്മുടെ അമ്പിളിമാമനെയൊന്നും കണ്ടില്ല, ആളെവിടെ പോയെന്നറിയില്ല കേട്ടോ. ഇന്നിങ്ങനെയാണ് ഒരു ക്ലൈമറ്റാണ് കാണിക്കണത്.
ചായക്കടയുടെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരത്തെ നെബു ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ഉണ്ട്, 3 നേരം ഉണ്ട് എനിക്ക് നെബു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്പാടി അവിടെ കുത്തിമറിയണൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ദേവാനന്ദിന് ചുമച്ചിട്ട് കഫം അങ്ങോട്ട് പോണില്ല. അപ്പോൾ അവനൊരു ചെറിയ പ്ലെയിൻ നെബു കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള നെബു എന്നാണ് പറഞ്ഞത്. അത് കൊടുത്ത് അത് വലിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഭക്ഷണം അച്ഛൻ ഇത്തിരി ലേറ്റായിട്ടാണ് വന്നത്. ഒരു 8:30 ഭക്ഷണമൊക്കെ ആയിട്ട് വരാൻ. അപ്പോൾ എന്നെ ചീത്ത പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. താഴെ പോയിട്ട് ആ മരുന്ന് എടുക്കാൻ പറ്റിയില്ലേ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം വൈകാഞ്ചാൽ മരുന്ന് തണുപ്പ് വല്ലാണ്ട് വിടില്ല, ഭക്ഷണം കൊടുത്തതിന് ശേഷമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാനും പറയുന്നുണ്ട്. അപ്പോൾ ബുക്ക് അപ്പോൾ അവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ബുക്കൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ബാലഭൂമിയും പിന്നെ നമ്മുടെ കളിക്കുടുക്കിയാണ് മേടിച്ചു കൊണ്ടുവന്നത്. അമ്പാടി വല്ലാണ്ട് വായിക്കണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഒന്നും വായിക്കാനൊന്നും അറിയില്ല, പക്ഷെ ബുക്ക് കാണുന്ന സന്തോഷത്തിലാണ് രണ്ടുപേരും. അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ തട്ടുദോശ തന്നെയാണ് കേട്ടോ ഒന്ന് മേടിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ തട്ടുദോശയും നാളികേര ചട്നി, ഒരു പച്ച കളറിലെ നല്ല ചട്നി ആയിരുന്നു കേട്ടോ. പിന്നെ ദേവാനന്ദിന് ചിക്കൻ വറുത്തത് വേണമെന്ന് പറഞ്ഞിട്ട് അതും അവൻ്റെ അച്ഛൻ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വല്ലാണ്ട് കൊടുത്തില്ല കേട്ടോ ചിക്കൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് വൈകുന്നേരമായപ്പോൾ ഒന്ന് ഛർദ്ദിച്ചല്ലോ. എനിക്ക് പേടിച്ചിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി ദഹിക്കാണ്ടിരിക്കേണ്ടെന്ന് വെച്ചിട്ട് പമ്പാടിക്കും ദേവാനന്ദിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ ആളായിട്ട് കാലൊക്കെ നീട്ടി വെച്ചിരുന്നിട്ട് ബുക്കൊക്കെ വായിക്കാൻ കേട്ടോ അമ്പാടിക്ക് അങ്ങനെ ഇത്തിരി ഷൈൻ ചെയ്തിട്ടില്ല, ചെയ്യൽ കൂടുതലാണ്. അപ്പോൾ രണ്ടുപേർക്ക് ഞാൻ ഭക്ഷണമൊക്കെ വാരി കൊടുത്തു. രണ്ടുപേർക്ക് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കൊടുക്കുമ്പോൾ അവർ വേഗം കഴിച്ചോളും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിൻ്റെ ഇടയിൽ അമ്പാടി വന്നിട്ട് ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് അവന് ഞാൻ ഓരോ പീസ് എടുത്ത് അവൻ തന്നെ അതിനുള്ളിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പോൾ അച്ഛൻ രണ്ടുപേർക്കും കൂടിയിട്ട് കഥ വായിച്ച് കേൾപ്പിച്ച് കൊടുക്കുകയാണ്. ആ കിടപ്പാണത്. പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് കോന്തിയിട്ട് കെട്ടിയൊക്കെ ഒന്ന് വെക്കുകയാണ്, തൊപ്പിയൊക്കെ വയ്ക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. കിടക്കാനുള്ള തയ്യാറെടുപ്പായി ഞങ്ങൾ. അപ്പം അമ്പാടീനെ കയറ്റി അമ്പാടിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നല്ല ചൂടാണ് അവർക്ക്. തൊപ്പിയൊക്കെ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഊരി കളയും കേട്ടോ, തല വയർത്തിട്ട്. ഇപ്പം ഞാൻ തൊപ്പി വെച്ചാലും ഒരു ഉറക്കം കഴിയുമ്പോഴേക്കും എൻ്റെ തലേന്ന് തൊപ്പിയൊക്കെ പോവും അങ്ങനെ. പിന്നെ ഞാൻ ഇന്നലെ ഇത്തിരി തണവ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നിയിട്ട് അപ്പോൾ ഞാൻ സെക്ടറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കിടക്കണത്. സെക്ടർ ഇട്ടിട്ടാണ് കേട്ടോ കിടക്കണത്. നല്ല തണവുണ്ടായിരുന്നു. പിന്നെ കിടക്കാൻ ഇത്തിരി ലേറ്റായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടൊക്കെ. പിന്നെ ഉച്ച തിരിഞ്ഞിട്ട് 6:30 ഇവർ എഴുന്നേൽക്കുമ്പോൾ അത് കാരണം. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോവാണ്. ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ്റെ കൂടെ കിടന്നിട്ട് ഫോൺ നോക്കി കിടക്കുന്നുണ്ട് കേട്ടോ. ശരി കൂടെ ഇങ്ങനെ ഫോൺ നോക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ.